രാജ്ഭവനിലേക്ക് എസ്എഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുറച്ച് എസ്എഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തി. പോലീസുമായി ഇപ്പോൾ വലിയ സംഘർഷമാണ്. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട് അവിടെ പോലീസ്. വലിയ രീതിയിലുള്ള സംഘർഷം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. രാജ്ഭവനിലേക്ക് എസ്എഫ്ഐ നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെയാണ് ഈ ഒരു സംഘർഷമുണ്ടായത്. പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എസ്എഫ്ഐയുടെ പ്രതിഷേധ മാർച്ചിൽ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടാവുകയാണ്. സംഘർഷത്തിൽ പോലീസ് ഇടപെട്ട് ഇപ്പോൾ പ്രതിഷേധക്കാരെ അവിടുന്ന് നീക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. സെൻട്രലിലെ ഭാരതാംബ ചിത്രവിവാദത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എസ്എഫ്ഐയുടെ ഭാഗത്ത് നിന്ന് അരങ്ങേറുന്നത്. എസ്എഫ്ഐ ഇപ്പോൾ രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആ മാർച്ചിനിടെ പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ അവിടെ നിന്ന് പ്രതിഷേധക്കാരെ പോലീസ് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. രാജ്ഭവനിലേക്ക് എസ്എഫ്ഐ നടത്തിയ മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നത്. പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചു. സ്റ്റെഫിൻ നൽകും വിവരങ്ങൾ. സ്റ്റെഫിൻ, എന്താണ് അവിടുത്തെ സാഹചര്യം? ഒരു വലിയ പ്രതിഷേധമാണ് യഥാർത്ഥത്തിൽ രാജ്ഭവന്റെ മുന്നിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയ സംഘമായി വന്ന എസ്എഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഇപ്പുറത്ത് രാജ്ഭവന്റെ ആ ഭാഗത്തേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് പോലീസ് അവരെ ഈ സ്ഥലത്ത് ഈ ബാരിക്കേഡിന്റെ ഇപ്പുറത്താണെങ്കിൽ പോലും അവിടെ തടഞ്ഞ് നിർത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിൽ പോലും പോലീസ് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി തയ്യാറായില്ല. ഈ ബാരിക്കേഡ് ചാടിക്കടന്നുകൊണ്ട് ഇവിടെ നിലയുറപ്പിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇന്ന് നടന്ന പ്രതിഷേധങ്ങളും ഈ കാര്യങ്ങളുമെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കണ്ടു. അതിനുശേഷമാണ് ഇന്ന് സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ എസ്എഫ്ഐയുടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്. തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ എസ്എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പ്രതിഷേധമൊടുവിൽ സംഘർഷത്തിൽ കലാശിക്കുകയാണ്. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തി. ഇപ്പോൾ അവിടെ റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. രാജ്ഭവന് മുന്നിൽ എസ്എഫ്ഐ പ്രവർത്തകർ തടിച്ചുകൂടി പ്രതിഷേധിക്കുകയാണ്. സെൻട്രലിലെ ഭാരതാംബ ചിത്രവിവാദത്തിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം എസ്എഫ്ഐയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ എസ്എഫ്ഐയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിലാണ് ഈ ഒരു സംഘർഷമുണ്ടായിരിക്കുന്നത്.